ഇപ്പൊ ഏത് ഭാഗത്ത് നിൽക്കും എന്ന് നമ്മൾ ഈ വിഷ്വൽസ് കണ്ടതാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് എല്ലാവരും, എനിക്ക് തോന്നുന്നു ചെറിയ ഈ പുതിയ തലമുറയിലും പഴയ തലമുറയിലും എല്ലാ മനുഷ്യരും കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷെ അതിന് വളരെ വ്യക്തമായിട്ട് രമേശ് നാരായണൻ സാർ വളരെ പലവട്ടം നിരവധി തവണ ആവർത്തിച്ച് മാപ്പ് പറയുകയും ക്ഷമ ചോദിക്കുകയും ആസിഫ് അലിയെ വിളിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ ഉള്ളത് ഇതൊരു പാഠമായിട്ട് നമ്മുടെ സൊസൈറ്റി കാണണമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഈ രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വളരെ ഈ പബ്ലിക്കായിട്ട് ഈ വിഷ്വൽസ് ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടപ്പോൾ, ജനങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഈ ക്ഷമ ചോദിക്കാൻ വന്നത്. എന്തുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ, അല്ലെങ്കിൽ ഈ സംഭവത്തിന് ശേഷം തന്നെ പുള്ളി ഇതിനെ അഡ്രസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ കഴിഞ്ഞിട്ട്? അങ്ങനെ ഒരു ചോദ്യം എനിക്ക് അറിയില്ല, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആ ഒരു സംശയം എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്ന ഈ പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും, ഞാൻ പലപ്പോഴും നമ്മുടെ ഒരു സിനിമ ലേണിംഗ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും പലരെയും കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇതേമാതിരിയുള്ള അനുഭവങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ആ ഒരു ധാർഷ്ട്യത്തോട് പെരുമാറുക, അപ്പം അവർക്കൊക്കെ ഉള്ളൊരു പാഠമായിട്ട് ഇത് കാണുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പം പിന്നെ അതിനപ്പുറം എനിക്ക് തോന്നുന്നു, ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പം എല്ലാവരും പറഞ്ഞു, എല്ലാ പാനലിസ്റ്റുകളും പറഞ്ഞു, അദ്ദേഹം വളരെ പലവട്ടം നിരവധി തവണ ആവർത്തിച്ച് ക്ഷമ ചോദിച്ചു, അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്. പക്ഷെ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. അങ്ങനെ പെരുമാറാൻ ആ ഒരു നിമിഷത്തിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ പേര് ചിലപ്പോൾ ഇപ്പോഴത്തെ തലമുറയിൽ പലർക്കും എനിക്ക് തോന്നുന്നു എന്താണ്, ആരാണ്, എന്തൊന്നും പലർക്കും അറിയണമെന്നൊന്നുമില്ല. നമുക്കാണ് അറിയുന്നത്, നമ്മളാണ് വലിയ ആള്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് അറിയാതിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തലമുറയിൽപ്പെട്ടവർക്ക് അറിയാതിരിക്കാം. പക്ഷെ ഈ കോമ്പയർ ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്കോ ഇതൊന്നും അറിയണമെന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ഒഫൻഡഡ് ആവുകയും അവിടെ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ പോലും അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ അത് പ്രതികരിക്കണം ഉള്ള ഉത്തരവാദിത്വം ഒരു കലാകാരനുണ്ട്. ഒരു കലാകാരന് മാത്രമല്ല, ഒരു സിറ്റിസനുണ്ട്, ഒരു പൗരനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹം ഈ ഒരു എക്സ്പീരിയൻസിലൂടെ, മനുഷ്യർക്ക് ഉറപ്പായിട്ട് തെറ്റുകൾ പറ്റാം, നമ്മൾ ആ തെറ്റുകൾ തിരുത്തുമ്പോഴാണ് അത് മനുഷ്യരായി പോകുന്നത്. പക്ഷെ എനിക്കറിയില്ല എത്ര കാലം, പിന്നെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പണ്ട് കാലത്ത് ഇത്തരം രീതികൾ വളരെ തുടർന്നുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു 5-10 കൊല്ലമായിട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവരും വളരെ എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും എന്നത് മാത്രമല്ല, മോശം രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നു എന്നൊരു ഡ്രോബാക്ക് കൂടിയുണ്ട് അക്കാര്യത്തിൽ. ശ്രീ രമേശ് നാരായണൻ, അതെ, ശ്രീ രമേശ് നാരായണൻ, തീർച്ചയായിട്ടും നമ്മളിപ്പോ അദ്ദേഹം പറഞ്ഞത് തന്നെ പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. അല്ല, അദ്ദേഹം പറഞ്ഞത് തന്നെ നമ്മൾ വിഷ്വലി കണ്ടതാണ്. നമുക്ക് ഇനി ഇതിനെ കള്ളം മറച്ചു വെക്കാൻ പറ്റത്തില്ല. അദ്ദേഹം എങ്ങനെയാണ് ആസിഫിനോട് പെരുമാറിയെന്നും, അദ്ദേഹം ഒരു ചിരിക്ക് പോലും ചെയ്യാതെ ആസിഫ് തിരിച്ചെങ്ങനെയാണ് പെരുമാറിയെന്നും നമ്മൾ കണ്ട. ഇനി അതിന് നമ്മൾ ഈ ലോകത്തിൽ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിഷ്വലി കണ്ട കാഴ്ചയാണ്. അതിനെ ഇനി മറച്ചു വെക്കാനോ ഇത് ചെയ്യാനോ കള്ളം മാറ്റി പറയാനോ ഒന്നും പറ്റത്തില്ല. Debate with Smriti Parithikad.